ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താളിൻ്റെ തോരൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു താള് വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസത്തിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും ഇലക്കറികൾക്കും ഒക്കെ നല്ല ടേസ്റ്റും നല്ല നെയ്യുള്ള സമയമാണെന്നാണ് പറയുക. അപ്പോൾ താള് ചേന ഇവതൊന്നും നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തില് ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 തണ്ട് താളാണ് കേട്ടോ. ഒരു 3 തണ്ട് താളം എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ ഇതേപോലെ അതിന്റെ ആ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളത് ഇതേപോലെ ഒന്ന് ചെറിയ പീസസ് ആക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താള് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 5-6 പീസ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുറി നാളികേരം എന്ന് പറയുമ്പോൾ ഒരു തേങ്ങയുടെ പകുതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് ചതഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി, ഒരു ചെറിയൊരു ഉരുളിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ നാടൻ ഐറ്റംസ് ഒക്കെ നമ്മൾ തോരൻ വയ്ക്കുമ്പോഴെപ്പോഴും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതിനാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ജീരകം ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ, അത് ഓപ്ഷനിലാണ്. പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് 2 മുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളിവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ച താള് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ താളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് താള് നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിൽ നമ്മൾ അടച്ചു വയ്ക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4-5 മിനിറ്റും കൂടെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ നാളികേരമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4-5 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെ ഉള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള താളുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.